Good morning to all. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good Okay, morning, ma'am. start here. Morning. Okay, start here or start with prayer. Good morning to all. Ya Allah, as this new week begins, fill our hearts with peace, our minds with clarity, and our steps with purpose. Bless our work, protect our loved ones, and guide us through every moment. Good morning, ma'am. Good morning, dear friends. Today's thought is a pen can do mistake, but a pencil can't because it has good front eraser. Only true friends can erase your mistake and make your perfect. ഒരു പേനയ്ക്ക് തെറ്റുപറ്റാം, എന്നാൽ ഒരു പെൻസിലിന് കഴിയില്ല, കാരണം അതിന് നല്ല സുഹൃത്തുണ്ട് ഇറേസർ. ഒരേ ഒരു യഥാർത്ഥ സുഹൃത്തിന് നിങ്ങളുടെ തെറ്റുകൾ മായ്ക്കാനും നിങ്ങളെ മികച്ചതാക്കാനും കഴിയും. താങ്ക് യു, മാം. Good morning, ma'am. Good morning, friends. Thank God for giving this day to in our life, and also thank ma'am for spending her valuable time with us. I hope that today is a wonderful day for all. In life, the lessons we learned from education, we cannot remember lifelong, but the lessons we learned from life experiences that we cannot forget in our life. The experience make us able to face different situations in our life. The experience are the best teacher of us. And welcome, ma'am. Start today's wonderful class. Okay. So, how are you all? Have you had your breakfast? ഫൈൻ, മാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരുന്ന സമയം കൊള്ളാല്ലേ? 11:30. ഓക്കെ. മോക്ക് ടെസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? ചെയ്തായിരുന്നോ? അപ്ലോഡ് ചെയ്തിരുന്നോ? ചെയ്തു മാം. എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ 2 പ്രാവശ്യം ചെയ്തു, മാം. ഞാൻ 2 പ്രാവശ്യം ചെയ്തു. എക്സ്ക്യൂസ് മീ, അതിലൊരു ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ടീച്ചർ കോൾഡ് ഹിം എന്നല്ല വരുന്നത്. അവിടെ ഐ ആം ടു ആസ്ക് ഹിം എ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ അണ്ടർലൈൻ പ്രോനൗൺ. ടീച്ചർ കോൾഡ് ഐ ആം ടു, അത് കറക്റ്റ് ആണോ? ക്വസ്റ്റ്യൻ പറയാമോ? ടീച്ചർ കോൾഡ് ഐ ആം ടു ആസ്ക് ഹിം എ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ അണ്ടർലൈൻ പ്രോനൗൺ. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യണം കേട്ടോ. എന്റെ കയ്യിൽ ഇല്ല. ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്താണോ? ടെക്സ്റ്റ് ചെയ്യാനോ? ആ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ചെയ്താണോ? പറയുമ്പോ പെട്ടെന്ന് ക്ലിയർ ആവില്ല. ഓക്കെ ഓക്കെ മാം. ഓക്കെ, ബാക്കി എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ വിചാരിച്ച പോലെ ടഫ് ആണോ? സിമ്പിൾ ആണോ? പഠിച്ച എളുപ്പമാണല്ലേ? അങ്ങനെയാണോ? ആ മാം, അത് മനസ്സിലാക്കിയാൽ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാന്നുള്ളത് മനസ്സിലായി. ഇനി അടുത്ത പ്രാവശ്യം സൂപ്പർ ആക്കാം. ഒരു ഐഡിയ കിട്ടി അല്ലെ? അത് മതി. അതെ. ഓക്കെ, അപ്പോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. യൂണിറ്റ് 2. ദെൻ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. കഴിഞ്ഞത് നമ്മള് ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ കുറച്ച് സംസാരിച്ചു, നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ടോപ്പിക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടാവും. ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഐഡന്റിഫൈ ദ അണ്ടർലൈൻ പ്രോനൗൺ. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഹിം. ഈ പ്രോണൗൺ ഏതാണ് യൂസ് ചെയ്തായിരുന്നു? അണ്ടർലൈൻ ചെയ്ത് ഇത് ഒബ്ജക്റ്റ് പ്രോനൗൺ അല്ലേ? ഹിമ്മിന്റെ താഴെയാണ്. പക്ഷെ ആ സെന്റൻസാ ചോദിച്ചത്. ടീച്ചർ കോൾഡ് ഐ ആം ടു ആസ്ക്, അത് എങ്ങനെയാ വരുന്നത്? ടീച്ചർ ഹിം എന്നായിരിക്കല്ലേ വരേണ്ടത് എന്ന് ചോദിച്ചാൽ ആം ചിലപ്പം സ്പെല്ലിംഗ് ഇതാണോ? ആ സെന്റൻസ് കറക്റ്റ് ആണോ എന്ന് എനിക്ക് ഡൗട്ട് വരുന്നത്. ടീച്ചർ കോൾഡ് ഐ ആം ടു ആസ്ക് ഹിം എ ക്വസ്റ്റ്യൻ, ടീച്ചർ കോൾഡ് ഹിം ടു ആസ്ക് തന്നെയല്ലേ
ജസ്റ്റ് വെയിറ്റ് ചെയ്യണേ, ഇപ്പൊ വരണം വരെ. ഓക്കെ, ലെൻഷി, Yes, ma'am. അത് ആം അല്ല കേട്ടോ. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന ആം തന്നെയാണോ? അതെ അതെ, ആമെന്നാണ് എനിക്ക്, ഞാൻ നോക്കിയപ്പോ എനിക്ക് ആമെന്നാണ് മനസ്സിലായത്. ആണോ? ആണോ? അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. അങ്ങനെയല്ല, ഞാനും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞാൻ കൊടുക്കില്ലല്ലോ എന്ന് ആലോചിച്ചു. ഓക്കെ മാം. ഞാൻ ടെക്സ്റ്റ് ചെയ്തതാട്ടോ. അതൊരാളുടെ പേരായിരുന്നു അവിടെ, അത് ആം അല്ല. ഇങ്ങനെയാണ് കേട്ടോ. ടീച്ചർ കോൾഡ് ജിം ടു ആസ്ക് ഹിം എ ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് സെന്റൻസ്. ജിം ആണ്, ഒരാളുടെ പേരാണ്. ഇറ്റ്സ് എ നൗൺ. ആം അല്ല. ഓക്കെ, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും വേണ്ടി. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ വന്നേ? അതെ മാം, അതെ. അങ്ങനെ തന്നെയല്ലേ. ഇതുവരെയും ഇത്രയും മോക്ക് ടെസ്റ്റ് പോയിട്ട് ഇതുവരെയും ഒരു സ്റ്റുഡൻസ് പോലും ഇങ്ങനെ പറഞ്ഞില്ല കേട്ടോ. എനിക്കറിയില്ല, എല്ലാവർക്കും ഇങ്ങനെ മിസ്റ്റേക്ക് ആയിരിക്കും. ഇത് വെയിറ്റ് ചെയ്യാം, ഞാൻ പോയി കറക്റ്റ് ചെയ്തിട്ട് വരട്ടെ. ഞാൻ വിട്ടുപോകും. ഓക്കെ, വെയിറ്റ് ചെയ്യുവോ? ഇതുവരെയും ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. താങ്ക് യു. കാരണം ആരും നോട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നത്. ഫോൺ അഡിക്ഷനെ കുറിച്ച് ചർച്ച ചെയ്യുന്നോ? മിസ്സിനോട് ചോദിച്ചു നോക്കാം. എന്നിട്ട് എടാ മിസ് ഇപ്പൊ എന്താ പറഞ്ഞത്? മോക്ക് ടെസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു കറക്ഷൻ ഉണ്ടായിരുന്നു, അത് ചെയ്യാൻ വേണ്ടി പോയതാണ്. പുതിയ ചാപ്റ്റർ അല്ലേ, സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്താൽ പോരെ ഡിസ്കഷൻ? മിസ് പറയാൻ പ്രിപ്പയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ലിൻഷി, മിസ് കറക്റ്റ് ചെയ്തതൊന്നുകൂടെ പറയൂ. ഹിം
അത് മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. ടീച്ചർ കോൾഡ് ആം എന്നാണ് എഴുതിയിരിക്കുന്നത് ക്വസ്റ്റ്യനില്. നമ്മുടെ മോക്ക് ടെസ്റ്റിൽ ആം എന്നാണ്, ആമിന്റെ അടുത്ത് ജിം എന്നാണ് ശരിക്കും വരേണ്ടത്. ടീച്ചർ കോൾഡ് ജിം ടു ആസ്ക് ഹിം എ ക്വസ്റ്റ്യൻ. അവിടെ ജിം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ജിം എന്ന് പറയുന്നത് നെയിം ആണോ? അതൊരു പേരാണ്, അത് പേരാണ്. അവിടെ പേരാണ് ഒരു ജിം എന്ന്. ഞാൻ ആക്ച്വലി അവിടെ ഹിം എന്നാണ് ഓർത്തത്. ശരി, ഹിം ആണെങ്കിലും ഒക്കെയാണോ? ഞാനും ഹിമ്മെന്നാണ്. അതിപ്പോ തെറ്റിയായിരുന്നു. പക്ഷെ നമുക്ക് അണ്ടർലൈൻ വേർഡ് ഹിം അതിന്റെ ഒബ്ജക്റ്റ് പ്രൊനൗൺ അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും, പക്ഷെ സെന്റൻസ് കറക്റ്റ് അല്ല എന്നുള്ളൂ. ഓക്കെ, ഇത് മോക്ക് ടെസ്റ്റ് നമ്മൾ എല്ലാ ബാച്ചിലും കൊടുക്കുന്നതാണ് കേട്ടോ. പക്ഷെ ഇതുവരെ ആരും ഒരു മിസ്റ്റേക്ക് ഇത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ തന്നെയാ പോയിരിക്കുന്നത്. അപ്പൊ കാണിച്ചത് നന്നായിരുന്നു, പറഞ്ഞു നന്നായിട്ടോ. കാരണം നമുക്കിത് നമ്മുടെ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കുന്ന ടെക്നിക്കൽ ടീമിനാണ്. അവരാണ് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്. സോ അവർക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഞാൻ എന്റെ നോട്ട് എടുത്തപ്പോഴാണ് പറഞ്ഞത് നന്നായി. ഞാനും ചോദിക്കുകയാണ് അവരോട്. അപ്പൊ ഇത്രയും ബാച്ചിൽ ഇങ്ങനെ തന്നെയാണ് പോയത്. എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടാവുന്നു കണ്ടുപിടിക്കാൻ പറ്റൂല മിസ്. ഓക്കെ, സോ അപ്പൊ അങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വിട്ടുപോകും ചിലപ്പോ, ഞാൻ ക്ലാസ് കഴിയുമ്പോൾ ചിലപ്പോൾ വേറെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അത് വിട്ടുപോകും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇപ്പൊ കറക്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഡൗട്ട്, ഇനി ഡൗട്ടില്ലല്ലോ അല്ലെ? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ടീച്ചർ കോൾഡ് ജിം ടു ആസ്ക് ഹിം എ ക്വസ്റ്റ്യൻ. അപ്പൊ ഹിം അണ്ടർലൈൻ ചെയ്യുന്ന അപ്പോസിഷൻ ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ആണ്. ബാക്കിയെല്ലാം ക്ലിയർ ആണ് അല്ലെ? അതെ മിസ്സേ. ഓക്കെ ഓക്കെ, അപ്പോ ഞാൻ ചോദിച്ചത് എന്താണ്, കഴിഞ്ഞ ക്ലാസ്സിലെ ടോപ്പിക് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ പുതിയ ചാപ്റ്റർ എടുക്കണോ? എടുക്കാം മാം. സമയം വേസ്റ്റ് ചെയ്യണ്ട അല്ലെ? ടൈം വേസ്റ്റ് ചെയ്യുന്ന ചാപ്റ്റർ. ഓക്കെ, ഇംഗ്ലീഷ് പഠിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക്? നിങ്ങൾക്ക് എന്താ അറിയാൻ ഭയങ്കര ആഗ്രഹം അല്ലെ? പഠിക്കണമെന്നൊരു ആഗ്രഹം. മിസ് ക്ലാസ് എടുക്കുന്നുണ്ട്, മിസ് ക്ലാസ് എടുക്കുന്നോണ്ട് ഇഷ്ടമുണ്ട്. അപ്പോ ടെൻസ് എടുക്കുമ്പോൾ എന്ത് രസമായിരിക്കുമല്ലോ. ടെൻസ് ഭയങ്കര രസമാണ്. ഇതിനേക്കാളും രസം ടെൻസ് ആണ് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടം ടെൻസ് ആണ്. ടെൻസ് പഠിക്കുമ്പോ നമുക്കെന്തോ നമ്മളെ ചില ഗെയിമിലൂടെയൊക്കെ പഠിക്കുമ്പോ ഭയങ്കര രസമാണ്. ഓക്കെ, അപ്പോ യൂണിറ്റ് 3 അല്ല, വേർബ്. വേർബിലേക്കാണ് കേട്ടോ പോകുന്നത്. എന്താണ് വേർബ്? എന്താണ്? അറിയാലോ? ക്രിയ. പറയാല്ലേ? ഒരു പ്രവൃത്തി ചെയ്യുന്നതിനെയാണ് verb എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം എന്താണ്? വേർബാണ്. ഓക്കെ, അപ്പോ അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ സ്ക്രീനിലുള്ളത്. ഓർഡിനറി വേർബ്, ഹെൽപ്പിംഗ് വേർബ്. ഓർഡിനറി വേർബിൽ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റെഗുലർ വേർബ്, ഇറഗുലർ വേർബ് ആൻഡ് ട്രാൻസിറ്റീവ് വേർബ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബ്. ഓക്കെ, റൈറ്റ് സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് ആണ്, പ്രൈമറി ഹെൽപ്പിംഗ് വേർബ്, പ്രൊനൗൺ വേർബ്. ഓക്കെ, ഇതില് ഞാൻ ഈ സെക്ഷൻ മാത്രം ലെഫ്റ്റ് സൈഡ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. റൈറ്റ് സൈഡ് പറയുന്നില്ല. റൈറ്റ് സൈഡ് ടെൻസ് എടുക്കുന്ന ടൈമില് ടെൻസിന്റെ കൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോ പഠിക്കാം. ഓക്കെ, ഇപ്പോ ഈ ലെഫ്റ്റ് സൈഡ് മാത്രം നോക്കാം കേട്ടോ. ഓർഡിനറി വേർബ്, അതായത് മെയിൻ വേർബ്. ഓക്കെ, വേർബില് ടെക്സ്റ്റ് ഇല്ലാത്തൊരു കാര്യം ഞാൻ പറയാണ്. നമുക്ക് ആക്ഷൻ വേർബ്, സ്റ്റേറ്റ് വേർബ് കേട്ടിട്ടുണ്ടാവും ചിലപ്പോ. ആക്ഷൻ വേർബ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന അല്ലെ, ഫിസിക്കലി ചെയ്യുന്ന എല്ലാ വേർബുകളും ആക്ഷൻ വേർബ് ആണ് അല്ലെ. നമ്മൾ ഫിസിക്കൽ മൂവ്മെന്റ്സ് വെച്ച് ചെയ്യുന്ന
ഡാൻസിങ് ആണെങ്കിൽ ജമ്പിങ് അല്ലെ, ചാടുക, ഓടുക, എഴുതുക, ഇതൊക്കെ എന്താണ്? ഫിസിക്കൽ ആക്ഷൻ ആണ്. സോ കോൾ ആക്ഷൻ verb. ഈ സ്റ്റേറ്റ് verb എന്താണ്? സ്റ്റേറ്റ് verb. സ്റ്റേറ്റ് verb means it's a just a statement. Okay, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. I feel hungry, I'm a student. ഇതൊക്കെ എന്താണ്? സ്റ്റേറ്റ്മെന്റ് ആണ്. സോ സ്റ്റേറ്റ് verb means just a statement എന്ന് മാത്രം മനസ്സിലാക്കാം. ആക്ഷൻ verb എന്താ? ആക്ഷൻസ് ഉണ്ടാകും അല്ലെ, ഫിസിക്കലി ആക്ഷൻസ് ഉണ്ടെങ്കിൽ അതെന്താ? ആക്ഷൻ verb ആണ്. ക്ലിയർ ആണോ? നോട്ട്ബുക്കിൽ നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക, ചാപ്റ്റർ നെയിം ടെക്സ്റ്റില് നെയിം റൈറ്റിംഗ് ആയിട്ട് കൊടുക്കുക, verb എഴുതി കൊടുത്താലും മതി. 3 verb. അതില് ആക്ഷൻ verb വരും. ആക്ഷൻ verb എന്താണ്? ഞാൻ പറഞ്ഞു, ഫിസിക്കലി നടക്കുന്ന എല്ലാ ആക്ഷൻസും എന്താണ്? ആക്ഷൻ verb ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതുക കേട്ടോ. ഇതാണ് verb, ഇതാണ് ആക്ഷൻ verb. ഇനി സ്റ്റേറ്റ് verb. I feel happy, I feel hungry, I'm sad. ഇതൊക്കെ എന്താണ്? ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ എന്തെങ്കിലും ആക്ഷൻസ് ഉണ്ടോ? ഉണ്ടോ? Okay, രണ്ട് സെന്റൻസ് ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. I'm writing a letter home. I'm writing. Spelling mistake ഇട്ടാ. Just ignore it. I'm writing a letter and the second one I'm starving. ഇത് രണ്ടില് ഏതാണ് ആക്ഷൻ verb, ഏതാണ് സ്റ്റേറ്റ് verb? Which one is action verb and which is state verb? I am writing letter, action verb. I am Starving, statement verb. സ്റ്റാർവിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. റൈറ്റിംഗ് ആക്ഷൻ. മനസ്സിലായല്ലോ? ഫിസിക്കലി നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് എല്ലാവരും ആക്ഷൻ verb ആണ്. സ്റ്റേറ്റ് verb. സ്റ്റേറ്റ് verb അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയാറുണ്ട്. State verb or state of being is just a statement. എന്ന് മാത്രം മനസ്സിലാക്കാം. ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണ് കേട്ടോ. ടെക്സ്റ്റ് ഒന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു മോക്ക് ടെസ്റ്റിൽ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ? ആക്ഷൻ വെർബും സ്റ്റേറ്റ് വെർബും മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ട്രാൻസിറ്റീവ്. റെഗുലർ വെർബും ഇറഗുലർ വെർബും ഞാൻ പറഞ്ഞു കേട്ടോ. അതിന് മുൻപായിട്ട് നമുക്ക് ട്രാൻസിറ്റീവ് വെർബ് എന്താണെന്നും ഇൻട്രാൻസിറ്റീവ് വെർബ് എന്താണെന്നും പഠിക്കാം. ഓക്കെ, I opened the door and my father laughed aloud. ഇതില്
രണ്ട് സെന്റൻസ് ഉണ്ട് അല്ലെ? ഇതില് ഒബ്ജക്റ്റ് ഏതാണെന്ന് അറിയാം നിങ്ങൾക്ക്? തന്നിരിക്കുന്ന സെന്റൻസിൽ ഏതെങ്കിലും സെന്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടാവും? ഉണ്ടോ? ഒബ്ജക്റ്റ് ഉണ്ടോ? ഒബ്ജക്റ്റ് എന്താണ്? ഉണ്ട്. ഡോറാണ് ഒബ്ജക്റ്റ്. രണ്ടാമത്തെ സെന്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടാവും? ഇല്ല അല്ലെ? ഫസ്റ്റത്തിന് മാത്രമേ ഒബ്ജക്റ്റ് ഉള്ളൂ, രണ്ടാമത്തെ സെന്റൻസിൽ ഒബ്ജക്റ്റ് ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഫസ്റ്റ് സെന്റൻസില് ഡോർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. ആ ഡോറ് ഒബ്ജക്റ്റ് ഇല്ലാതെ സെന്റൻസ് ഏതാണ്? ഐ ഓപ്പൺ എന്ന് മാത്രമേ ഉള്ളൂ. ഐ ഓപ്പൺ ദ ഡോർ അല്ലെങ്കിൽ ഐ ഓപ്പൺ അല്ലെങ്കിൽ ഐ ഓപ്പൺ മാത്രം നോക്കാം. ഐ ഓപ്പൺ. ഈ സെന്റൻസ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? ആ സെന്റൻസ് കംപ്ലീറ്റ് ആണോ? ഐ ഓപ്പൺ എന്ന് മാത്രം പറയാം, സെന്റൻസ് കംപ്ലീറ്റ് ആണ്? അതെന്താണ് ഓപ്പൺ ചെയ്തതെന്ന് പറയണില്ല. എന്താണെന്ന് അറിയണില്ല. ഇൻകംപ്ലീറ്റ് ആണ് അല്ലെ? അപ്പോ ഒരു ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി സെന്റൻസ് കംപ്ലീറ്റ് ആകുന്നുണ്ടെങ്കിൽ, അല്ലാതെ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒബ്ജക്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ആ വെർബ് എന്തായിരിക്കും? ട്രാൻസിറ്റീവ് വെർബ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഐ ഓപ്പൺ ദ ഡോർ എന്ന് പറയുന്ന ഈ സെന്റൻസില് ഡോർ എന്താണ്? ഒബ്ജക്റ്റ് ആണ്. ഡോർ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇവിടുത്തെ വെർബ് ഏതാണ്? വെർബ്? Open. ഓപ്പൺ ആണ് വെർബ് അല്ലെ? അപ്പൊ ഈ സെന്റൻസ് നോക്കുമ്പോ ഒബ്ജക്റ്റ് വേണം. ഒബ്ജക്റ്റ് ഇല്ലാതെ ഈ സെന്റൻസ് കംപ്ലീറ്റ് ആകില്ല. സോ ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ കംപ്ലീറ്റ് ആകുന്നുണ്ടെങ്കിൽ ആ സെന്റൻസിന്റെ വെർബ്, അതായത് ഓപ്പൺ എന്ന് പറയുന്ന ആ വെർബ് ഏതാണ്? ഏത് വെർബ് ആണ്? ട്രാൻസിറ്റീവ് വെർബ് ആണ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ ഒരു സെന്റൻസ് പറഞ്ഞു, മൈ ഫാദർ ലാഫ്ഡ് എ ലോട്ട്. ഇതിന് ഒബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല, ഒബ്ജക്റ്റ് ഇല്ല. അപ്പൊ ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ കംപ്ലീറ്റ് ആവുന്നില്ല അല്ലെ? ഒബ്ജക്റ്റ് ആവശ്യമില്ല. ഒബ്ജക്റ്റ് ഇല്ലാതെ തന്നെ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നുണ്ടെങ്കിൽ അതിലുള്ള വെർബ് ഏതാണ്? അല്ലെ? ലാഫ്ഡ് ആണ് ആ വെർബ് ഇൻട്രാൻസിറ്റീവ് വെർബാണ്. സ്പെല്ലിംഗ് ഒന്ന് മെസ്സേജ് ടെക്സ്റ്റ് കണ്ടിട്ടോ സ്ക്രീനിലോട്ട് ട്രാൻസിറ്റീവ് വെർബും ഇൻട്രാൻസിറ്റീവ് വെർബും കണ്ടോ? ട്രാൻസിറ്റീവ് വെർബ്, ഇൻട്രാൻസിറ്റീവ് വെർബ്. നിങ്ങൾ ആരും നോട്ട് ചെയ്ത് വെക്കരുതോ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നോട്ട് ചെയ്താനുള്ള സമയം ഞാൻ തരാം കേട്ടോ. ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ സെന്റൻസിന്റെ സഹായത്തോടെ, അതിന് ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നുണ്ടെങ്കിൽ ആ വെർബ് ട്രാൻസിറ്റീവ് വെർബും, ഒബ്ജക്റ്റ് ഇല്ലാതെ തന്നെ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നുണ്ടെങ്കിൽ അതിലെ വെർബ് ഏതാണ്? ഇൻട്രാൻസിറ്റീവ് വെർബ്. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? ഇനി ട്രാൻസിറ്റീവ് വെർബിനും ഇൻട്രാൻസിറ്റീവ് വെർബിനും ഒരു എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു നിങ്ങൾ. പറയൂ. I cooked the food. Food was so tasty. എന്തോ? I cooked the food. So that is transit. ക്ലിയർ ആയില്ല. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാലോ? ഐ ഗോ. ഹി റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറഞ്ഞ ഹി റൈറ്റ്സ് എ ലെറ്റർ. ഹി റൈറ്റ്സ് എ ലെറ്റർ. അതിലെ ലെറ്റർ ഉണ്ട്. ആ ഒബ്ജക്റ്റ് ഇല്ലാതെ സെൻസ് കംപ്ലീറ്റ് ആകാം. ഹി റൈറ്റ്സ് എന്താണ് എഴുതിയത് നമുക്ക് അറിയില്ല അല്ലെ? അപ്പൊ അതിൽ ഒബ്ജക്റ്റ് ഇല്ലാതെ സെൻസ് കംപ്ലീറ്റ് ആവില്ല. അങ്ങനെയാണെങ്കിൽ ഈ സെന്റൻസ് റൈറ്റ് എന്താണ്? ട്രാൻസിറ്റീവ് വെർബ് ആണ്. കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ്
ഇൻട്രാൻസിറ്റീവിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇൻട്രാൻസിറ്റീവ് ഒരു എക്സാമ്പിൾ പറയൂ. വിത്തൗട്ട് ഒബ്ജക്ട്. He wrote a letter to me. ഇറ്റ്സ് എ ട്രാൻസിറ്റീവ്. ഇത് ട്രാൻസിറ്റീവ് ആണ് കേട്ടോ. He wrote a letter to me എന്ന് പറയുമ്പോ ഒബ്ജക്റ്റ് ആണല്ലോ. മീ ഒബ്ജക്റ്റ് ആണ്, എനിക്കാണ്. അത് ഒബ്ജക്റ്റീവ് പ്രോണൗണിൽ പെടുന്നതാണ്. അപ്പൊ ഒബ്ജക്റ്റ് ആണ് കേട്ടോ. അതല്ലേ. He helped me. He Helped me. help me. അതും ഒബ്ജക്റ്റ് ആണല്ലോ. The sun rises in the east. അങ്ങനെ പറഞ്ഞ sun rises in the east പറയുമ്പോ ഇൻട്രാൻസിറ്റീവില് പെടില്ലേ? sun rises in the okay. കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റിലോട്ട് നോക്കിയേ. ഇവിടെ ഇൻട്രാൻസിറ്റീവ് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടല്ലോ. They killed the mad dog. They killed the mad dog. എന്തിനാണ് കൊന്നത്? They killed എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവില്ല. The mad dog എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉണ്ട്. സോ ഇതെന്താണ്? ട്രാൻസിറ്റീവ് ആണ്. We went to the temple. We went to the അമ്പലത്തിൽ പോയി എന്ന് പറയുന്നത് ഇൻട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പറയുമ്പോ, അതായത് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോ നിങ്ങൾക്ക് ട്രാൻസിറ്റീവ് ഏതാണ് ഇൻട്രാൻസിറ്റീവ് ഏതാന്ന് കണ്ടുപിടിക്കാൻ പറ്റോ? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റോ? പറ്റും. ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ വരുമ്പോ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ സെന്റൻസ് ട്രാൻസിറ്റീവ്. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതില് ട്രാൻസിറ്റീവ്. വേർബ് മാത്രം ഉള്ളെങ്കിൽ ഒബ്ജക്റ്റ് അല്ലാതെ സെന്റൻസ് കംപ്ലീറ്റ് ആകുന്നുണ്ടെങ്കിൽ ഇൻട്രാൻസിറ്റീവ്. ചെറിയൊരു പോർഷൻ ആണ്. ചിലപ്പോ ക്വസ്റ്റ്യൻ വരാം, ചിലപ്പോ വരും. ഈ ചെറിയൊരു പോർഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോ വെർബില് ആക്ഷൻ വേർബ് എന്താണ്, സ്റ്റേറ്റ് വേർബ് എന്താണ്, ട്രാൻസിറ്റീവ് എന്താണ്, ഇൻട്രാൻസിറ്റീവ് എന്താണ്, ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഏതാണ് ഇനി റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്. ഓക്കെ, അറിയോ നിങ്ങൾക്കത്? റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്. നമുക്ക് വേർബില് 3 ഫോംസ് ഉണ്ട് അല്ലെ? V1, V2, V3 കേട്ടിട്ടുണ്ടോ? പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ട്രാൻസിറ്റീവ് വേർബ് എന്താണ്, ഇൻട്രാൻസിറ്റീവ് വേർബ് എന്താണെന്ന് നോട്ടിൽ എഴുതിയോ? എഴുതി കഴിഞ്ഞോ? ഞാൻ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ നോട്ട് എഴുതുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായല്ലോ. ഈ നെക്സ്റ്റ് റെഗുലർ വേർബ് എഴുതിക്കോട്ടോ. റെഗുലർ വേർബ് റെഗുലർ വേണ്ട, റെഗുലർ വേർബ് നേരില്ലേ? എഴുതിക്കോ. അല്ലെങ്കിൽ റെഗുലർ വേർബ് ആൻഡ് ഇറഗുലർ വേർബിന് ഹെഡിങ് കൊടുത്താലും മതി. വെർബിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമായി നമുക്ക് ഇറഗുലർ വേർബ് പോകാം. അപ്പൊ ജസ്റ്റ് ഹെഡിങ് കൊടുക്കുക. വെർബില് ഞാൻ പറഞ്ഞു V1, V2, V3 ഫോംസ് ഉണ്ട്. V1, V2, V3 form. നിങ്ങള് കുറച്ച് മെസ്സേജ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല കേട്ടോ, സോറി. കറക്റ്റ് ആണേ. ഹാപ്പി ഇതൊക്കെ ഓക്കെ. ഐ എം ഹാപ്പി ഇതൊക്കെ ഇൻട്രാൻസിറ്റീവ് ആണ്. ലവ്ലി അത് കറക്റ്റ് ആണ്. ഞാൻ കണ്ടില്ല കേട്ടോ, സോറി. ഓക്കെ, അപ്പൊ V1, V2, V3 ഫോം ഏതാട്ടോ? V1 എന്താ? പ്രസന്റ്. V2 പാസ്റ്റ്. V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, V1 എന്താ? ബേസ് ഫോം ഓഫ് ദി verb and the second form of the verb, third form of the verb. ഇതാണ്
അങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ആക്കി പറയുന്നത് കേട്ടോ. ഒറിജിനൽ പ്രസന്റ് ആണ്, പ്രസന്റ് വേർബ്, പാസ്റ്റ് വേർബ്, പാസ്റ്റ് പാർട്ടിസിപ്പൽ വേർബ്. അത് നമ്മൾ ഷോർട്ട് ആക്കി V1, V2, V3 എന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് V4 ഉണ്ട്. V4 ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം വേണമെങ്കിൽ, വേണമെങ്കിൽ എല്ലാം ആവശ്യമുണ്ട്, അറിഞ്ഞു വെച്ചോ. V4 ഉണ്ട്. ഇതെന്താ? പ്രസന്റ് പാർട്ടിസിപ്പൽ എന്നാണ് V4. ഓക്കെ, ജസ്റ്റ് ചെയ്ത് വെച്ചോളൂ പ്രസന്റ് പാർട്ടിസിപ്പൽ. നിങ്ങൾക്ക് പ്രസന്റ് പാർട്ടിസിപ്പിളിനെ ബേസ് ചെയ്ത ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് ഞാൻ എടുത്തു പോകും. അപ്പോ V1, V2, V3 form and V4. ഓക്കെ, ഇതില് നമുക്ക് ഒരുപാട് വേർബ് നമുക്ക് അറിയാം അല്ലെ. ഒരു 2-3 വെർബൊക്കെ പറഞ്ഞേ നിങ്ങള് പറയൂ. ഏതിന്റെ ഒരു വെർബ് പറയും? ടെക്സ്റ്റ് തന്നെ മതി. Working, writing, playing, played, running, running or singing. Played, write, write, wrote, write, written, wrote. right, Yeah. Run വേണേ നോക്കാട്ടോ. Run, ran, run. നിങ്ങൾക്ക് V3 form മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട സാധനം ഉണ്ട്. V1, V2, V3 form മസ്റ്റ് ആണ്, പഠിച്ചേ പറ്റും. Sing, sang, sung, write, wrote, written, go, went, gone, run, ran, run, running അല്ല കേട്ടോ. Run, 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 play, played, played, walk, walked, walked. ഓക്കെ, ഇങ്ങനെ കുറച്ച് മനസ്സിലായല്ലോ. അപ്പൊ V1, V2, V3 forms മനസ്സിലായല്ലോ. ഇതില് play, played, played, okay. Then walk, walked, walked. Jump, jumped, jumped. Okay. ഇതെല്ലാം എങ്ങനെയാ പോകുന്നത് നോക്കിയേ. ED ചേർത്ത് റെഗുലർ ആയിട്ട് പോകുന്നല്ലേ അല്ലെ? എല്ലാം ED ചേർത്താ പോകുന്നത്. V2-ലും V3-ലൊക്കെ എന്താണ്? walk, walked, walked, walk, walk, walked. ഇതൊക്കെ എന്താണ്? ED ചേർന്ന് പോവാണ്. ED ആഡ് ചെയ്ത് റെഗുലർ ആയിട്ട് പോവുകയാണ് അല്ലെ? അപ്പോ ഇങ്ങനെ റെഗുലർ ആയി പോകുന്ന വെർബിനെയാണ് നമ്മള് റെഗുലർ വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, എഴുതിക്കോളൂ. അപ്പൊ റെഗുലർ വേർബ് എന്താണ്? റെഗുലറായി ED ചേർത്ത് വെച്ച് പോകുന്ന വേർബിനെയാണ് റെഗുലർ വേർബ് എന്ന് പറയുന്നത്. ഇതുപോലെ കുറച്ച് എക്സാമ്പിൾസ് എഴുതാം കേട്ടോ. റെഗുലർ വേർബ് ഒന്നുകൂടി പറഞ്ഞു. റെഗുലറായി ED ചേർന്ന് പോകുന്ന, ED ആഡ് ചെയ്ത് പോകുന്ന വെർബിനെയാണ് റെഗുലർ വേർബ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ED മാത്രമല്ലേ ആഡ് ചെയ്ത് പോവുള്ളൂ. ED ചിലപ്പോ ED മാത്രമായിരിക്കും, ചിലപ്പോ ഏതെങ്കിലും സ്പെല്ലിംഗ് അനുസരിച്ചിട്ട് മാറും കേട്ടോ. വേർഡ്സിന്റെ സ്പെല്ലിംഗ് അനുസരിച്ചിട്ട് മാറും. ഏതപ്പോ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ആലോചിക്കട്ടെ, ഞാൻ പറയാം കേട്ടോ. ജസ്റ്റ് ED മാത്രം തൽക്കാലം ED എഴുതും, നമുക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് sing, sang, sung, go, went, gone, do, did, done, run, 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 come, came, come. ഇതൊക്കെ എങ്ങനെയാണ് പോകുന്നത്? ED ചേർത്താണ് പോകുന്നത്. അല്ല, ഡിഫറെന്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് പോകുന്നത് എന്താണ്? ഇറഗുലർ ആണ്. ഇറഗുലർ അല്ലേ? ഓക്കെ, വെർബ് ഞാൻ ഒരുപാട് നോട്ട്സ് വെർബിൽ തരുന്നുണ്ട് കേട്ടോ. അപ്പൊ എഴുതാം കേട്ടോ. ഒരുപാട് നോട്ട്സ് ഞാൻ തരുന്നുണ്ടേ. കാരണം വെർബ് അറിഞ്ഞിരിക്കേണ്ടതാണ്, ഫോംസ് അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടതായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ ഞാൻ നോട്ട്സ് തരുന്നതാണ് കേട്ടോ.
ഓക്കെ, അപ്പൊ റെഗുലറും ഇറഗുലറും മനസ്സിലായോ? ഇറഗുലർ ഒന്നുകൂടി പറഞ്ഞു. ഇറഗുലർ ഇപ്പൊ ഞാൻ തന്നിരിക്കുന്ന കുറച്ച് വെർബ് കണ്ടോ, സിംഗ്, സ്റ്റാൻഡ്സ് ആണ്. അപ്പൊ V1, V2, V3 ഫോംസ് ഡിഫറെന്റ് ആണെങ്കിൽ അത് ഇറഗുലർ ആണ്. അതിന് റെഗുലർ ആയിട്ട് പോകുന്നത് റെഗുലർ വെർബും ഇറഗുലർ ആയിട്ട് പോകുന്നത്. റെഗുലറും ഇറഗുലറിന്റെ മീനിങ് അറിയില്ലേ? അല്ലെ, ഒരേപോലെ പോകുന്നത് റെഗുലറും ഇറഗുലർ. ഡിഫറെന്റ് ആയിട്ട് പോകുന്നത് എന്താണ്? ഇറഗുലർ ആണ്. കേട്ട് കഴിഞ്ഞോ? നോട്ട് കംപ്ലീറ്റ് ആയോ? അപ്പൊ മാം അതിൽ റൺ വരുന്നില്ലേ? അല്ല സോറി, ഒരുപോലെ വരുന്നതൊക്കെ ED ചേർക്കാത്തതും ഇറഗുലറിൽ പെടുവോ അല്ല റെഗുലറിൽ പെടുവോ? നോ നോ നോ, ഇത്തിരി അങ്ങനെയല്ല. ED ചേർത്ത് പോകുന്നതെല്ലാം റെഗുലർ ആണ്. ED ചേർക്കാത്തത് എന്ന് പറയുമ്പോൾ അങ്ങനെ പഠിക്കരുത് കേട്ടോ. അതായത് V2, V3 സെയിം ആണെങ്കിൽ, ഒരേപോലെ ആണെങ്കിൽ, ED ചേർത്താണ് പോകുന്നതെങ്കിൽ അത് റെഗുലർ ആണ്. ഓക്കെ, ഓക്കെ, കിട്ടി. ഒരുപാട് വേർബ് ഞാൻ പറയാം കേട്ടോ. ഇറഗുലറും റെഗുലർ ആണ്. ഒരുപാട് വേർബ് ഞാൻ നോട്ട്സ് ചെയ്യാൻ തരും. ഇപ്പൊ ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായോ? പ്രസന്റ് ചെയ്യാം. ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണോ അതൊക്കെ പ്രസന്റ് ചെയ്യാം. ഓക്കെ, എല്ലാവരും പ്രസന്റ് ചെയ്യണം. പിന്നെ മസ്റ്റായിട്ടും പറയുന്നത് പ്രസന്റ് ചെയ്തേ പറ്റൂ. കാരണം പഠിച്ചത് പറയുമ്പോഴാണ് കുറച്ചുകൂടി ക്ലിയർ ആകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാം എനിക്കത് കേൾക്കാൻ വേണ്ടിയല്ല. പക്ഷെ നിങ്ങളത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആണ്. നിങ്ങൾക്ക് എന്താണ് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. പിന്നീട് വീട്ടിലിരുന്ന് പഠിക്കേണ്ട ആവശ്യം വരില്ല. നിങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് പ്രസന്റ് ചെയ്യും എന്ന് പറയുന്നത്. നമുക്ക് സ്പീഡില് ക്ലാസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സ്ലോവിൽ പോയാൽ മതി. കാരണം എല്ലാവരും ടീച്ചേഴ്സ് ആണ്. നമുക്ക് അതിനൊരു എബിലിറ്റി വേണം, സ്കിൽ ഇംപ്രൂവ് ചെയ്യണം. ഇതെല്ലാം കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ക്ലാസ് ഒക്കെ നമ്മൾ എന്താണ് നമ്മളെല്ലാവരും അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് മോണ്ടിസോറി കോഴ്സും കൂടിയാണ്. നിങ്ങൾക്ക് അറിയാലോ അല്ലെ. പഠിപ്പിക്കുക മാത്രമല്ല, നിങ്ങൾ അത് ഞങ്ങളെ കൊണ്ട് പഠിപ്പിക്കാൻ മാത്രമല്ല, നിങ്ങൾ പഠിപ്പിക്കേണ്ടതാണ്. നിങ്ങളും അത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അത് ടീച്ചർ എന്ന് പറയുമ്പോൾ അറിയാലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രസന്റ് ചെയ്യാൻ പറയുന്നത്. എല്ലാ ടീച്ചേഴ്സ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതൊക്കെ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. ഓക്കെ, സോ പ്രസന്റ് ചെയ്യാം. ആരും മടി കാണിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരും മടി കാണിക്കുന്നത്. പ്രസന്റ് ചെയ്യാൻ പറയുമ്പോൾ ഒരു ആക്റ്റീവായിട്ട് അതൊരു ഒരു ചാലഞ്ച് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാൻ നോക്കും. അതാണ് ഏറ്റവും രസം. ഓക്കെ, ആരാണ് പ്രസന്റ് ചെയ്യുന്നത്? ഇത്രയും പറഞ്ഞിട്ട് ആരുണ്ടാവില്ല. ഷുവറാണ് എനിക്ക്. പറയൂ. ഓക്കെ മാഡം, ഞാൻ ചെയ്ത് നോക്കാം. എന്താണോ മനസ്സിലായത്, എന്താണ് മനസ്സിലായത് എന്ന് പ്രസന്റ് ചെയ്യും കേട്ടോ. അതുപോലെ എല്ലാവരും പേര് ടെക്സ്റ്റ് ചെയ്യാം. പേര് ടെക്സ്റ്റ് ചെയ്യാൻ എനിക്ക് വിളിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആരും ടെക്സ്റ്റ് ചെയ്യാറില്ല കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയില്ല, നിങ്ങൾക്ക് പറയാൻ മടികൊണ്ടാണോ എന്ന് അറിയില്ല. പക്ഷെ പേര് ടെക്സ്റ്റ് ചെയ്യൂ. എല്ലാവരും പറഞ്ഞേ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഓരോരുത്തരെയും വിളിച്ച് ഞാൻ പറയിപ്പിക്കും. ഷുവറാണ്. എപ്പോഴും നിങ്ങൾ പറയില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ വേണ്ടാന്ന് വെക്കും. പക്ഷെ നിങ്ങൾ പറഞ്ഞേ പറ്റും. എല്ലാവരും പേര് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഷഹീറ എന്നാണോ ഷഹീറ എന്നാണോ ഷഹീറ പേര്? ഷഹീറ. ഓക്കെ, പറയൂ. ഓക്കെ മാം, നമ്മൾ ഇന്നത്തേല് യൂണിറ്റ് 3 വെർബിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. എന്താണ് വെർബ്? വെർബ് എന്ന് പറയുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആ ഒരു ഡൂയിങ് വേർഡ്സ് ആണ് വെർബ്. ഈ വെർബിലെ ആക്ഷൻ വെർബ്, സ്റ്റേറ്റ് വെർബ് എന്നീ രണ്ട് വേർബ്സ് ഉണ്ട്. ആക്ഷൻ വെർബ് എന്ന് പറയുന്നത് നമ്മൾ ആക്ഷൻ ഫിസിക്കലി ചെയ്യുന്ന വെർബിനെയാണ് ആക്ഷൻ വെർബ്. അതുപോലെ സ്റ്റേറ്റ് വെർബ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ട് അതിൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതിൽ ഐ ആം റൈറ്റിംഗ് ലെറ്റർ എന്നുള്ളത് ആക്ഷൻ വെർബാണ്.
അതില് ആൻഡ് ഐ ആം സ്റ്റാർവിങ്, അത് സ്റ്റേറ്റ് വെർബാണ്. ഓക്കെ, പിന്നെ ഈ വെർബില് ഓർഡിനറി വെർബ്, റെഗുലർ വെർബ്, ഇറഗുലർ വെർബ്, ട്രാൻസിറ്റീവ് വെർബ്, ഇൻട്രാൻസിറ്റീവ് വെർബ്. അതില് റെഗുലർ വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ട്രാൻസിറ്റീവ് വെർബാണ് ആദ്യം പറയുന്നത്. ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ആ സെന്റൻസ് കംപ്ലീറ്റ് ആകുന്നതിനെയാണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. അതായത് ഐ ഓപ്പൺ ദ ഡോർ, അതില് ഐ ഓപ്പൺ ദ ഡോർ എന്നുള്ളത് ട്രാൻസിറ്റീവ് വെർബാണ്. അതുപോലെ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ഇല്ലാതെ തന്നെ സെന്റൻസ് കംപ്ലീറ്റഡ് ആകും. അതിനെ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, മൈ ഫാദർ ലോവ്ഡ് എ ലോട്ട്, അത് ഇൻട്രാൻസിറ്റീവ് വെർബാണ്. പിന്നെ അടുത്തത് റെഗുലർ ആൻഡ് ഇറഗുലർ വെർബാണ്. അതില് റെഗുലർ വെർബ് എന്ന് പറയുമ്പോൾ റെഗുലർ ആയിട്ട് ED, അതായത് V2 V3, അതായത് V2 V3യില് ED ചേർന്ന് വരികയാണെങ്കിൽ അത് റെഗുലർ വെർബാണ്. റെഗുലർ ആയിട്ട് ED വരികയാണെങ്കിൽ അത് റെഗുലർ വെർബ് എന്ന് പറയുന്നു. എക്സാമ്പിള് വാക്ക് വാക്ക്ഡ് വാക്ക്ഡ്, ജമ്പ് ജമ്പഡ് ജമ്പഡ്, വർക്ക് വർക്ക്ഡ് വർക്ക്ഡ്, എങ്ങനെയാണ് അത് വരുന്നത്. പിന്നെ ഇറഗുലർ എന്ന് വരുന്നത് V1 V2 V3 ഒക്കെ ഡിഫറെന്റ് ആണെങ്കിൽ അത് ഇറഗുലർ വെർബാണ്. ഫോർ എക്സാമ്പിൾ, സിങ് സാങ് സങ്, ഗോ വെൻ ഗോൺ, ഡു ഡിഡ് ഡൺ, കം കെയിം കം. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത്. താങ്ക് യു. Okay, Shakira. Okay. Then next Diti. Yeah, Diti and Sapna. രണ്ടുപേരും എന്തായിരുന്നു പ്രസന്റ് ചെയ്യുന്ന രണ്ടുപേരാണ് കേട്ടോ. ഓക്കെ, ഡിറ്റി പറയൂ. ഓക്കെ ക്ലാസ് എടുക്കുന്ന പോലെ മാക്സിമം നിങ്ങൾ ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ പ്രസന്റ് ചെയ്യണം കേട്ടോ. സ്റ്റുഡൻസ് ആണെന്ന് വിചാരിക്കുക, ക്ലാസ്സിലാണ് സ്റ്റുഡൻസ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ നിന്ന് ക്ലാസ്സിൽ എടുക്കുന്ന പോലെ പ്രസന്റ് ചെയ്യും. ഓക്കെ, എല്ലാവരും കേട്ടോ. ഓക്കെ മാം, ഇന്ന് യൂണിറ്റ് 3 ആണെന്ന് ക്ലാസ് എടുത്തത്. നമുക്ക് നോക്കാം. വെർബ് എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി ചെയ്യുന്നതിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. അതിൽ രണ്ട് വെർബുകൾ മീൻസ് ആക്ഷൻ വെർബും സ്റ്റേറ്റ് വെർബും ഉണ്ട്. ആക്ഷൻ വെർബ് എന്ന് പറയുന്നത് ഫിസിക്കലി ചെയ്യുന്ന എല്ലാ വെർബുകളും അതൊരു ആക്ഷൻ വെർബാണ്. മീൻസ് ഡാൻസ്, ജമ്പിങ് ഒക്കെ ഒരു ആക്ഷൻ വെർബാണ്. ആക്ഷൻ വെർബിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഐ ആം എ റൈറ്റിംഗ് എ ലെറ്റർ, അതൊരു ആക്ഷൻ വെർബാണ്. റൈറ്റിംഗ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നു, അതൊരു ആക്ഷൻ ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ് വെർബ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റോട് കൂടി വരുന്നതാണ് സ്റ്റേറ്റ് വെർബ്. എക്സാമ്പിൾ ഐ ആം എ സ്റ്റാർവിംഗ്, അത് പറയണത്. നെക്സ്റ്റ് ഈ വെർബ് സിസ്റ്റത്തെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഓർഡിനറി വെർബും ഹെൽപ്പിംഗ് വെർബും. അതിൽ നമ്മൾ പഠിച്ചാക്കുന്നത് ഇന്ന് ക്ലാസ് എടുത്താക്കുന്നത് ഓർഡിനറി വെർബ്സ് ആണ്. ഓർഡിനറി വെർബ്സ് നമ്മൾ വേറെ മെയിൻ വെർബും എന്ന് പറയും കേട്ടോ. അത് 4 ഉണ്ട്. റെഗുലർ വെർബ്, ഇറഗുലർ വെർബ്, ട്രാൻസിറ്റീവ് വെർബ്, ഇൻട്രാൻസിറ്റീവ് വെർബ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് പഠിച്ചാക്കുന്നത് ട്രാൻസിറ്റീവ് വെർബാണ്. ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത് ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആകാൻ ഒബ്ജക്റ്റ് വേണം. ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവാൻ ഒരു ഒബ്ജക്റ്റ് വേണം. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഓപ്പൺ ദ ഡോർ. ഡോർ എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അത് ഒബ്ജക്റ്റ് അവിടെ ഉണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് വെർബ്, നമുക്ക് വേഗം തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ഇൻട്രാൻസിറ്റീവ് വെർബ്. ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത് ഒരു സെന്റൻസിന് ഒബ്ജക്റ്റ് വേണ്ട അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, മൈ ഫാദർ ലാഫ്ഡ് എ ലോട്ട്. അതിൽ ഒബ്ജക്റ്റീവ് ഇല്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അത് ഒബ്ജക്റ്റ് ഇല്ല, അപ്പൊ അതുകൊണ്ട് അത് ഇൻട്രാൻസിറ്റീവ് വെർബ് ആണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് റെഗുലർ വെർബും ഇറഗുലർ വെർബും. റെഗുലർ വെർബ് എന്ന് പറയുന്നത് റെഗുലർ ആയിട്ട് ED ചേർത്ത് പോവുക. ED അവിടെ ഉണ്ടെങ്കിൽ അത് റെഗുലർ വെർബാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലേ പ്ലേഡ് പ്ലേഡ്, വാക്ക് വാക്ക്ഡ് വാക്ക്ഡ്, ജംപ് ജംപ്ഡ് ജംപ്ഡ്, വർക്ക് വർക്ക്ഡ് വർക്ക്ഡ്. അവിടെ കണ്ടോ ED V2 V3 ED പോകുന്നുണ്ട്. V1 ഇല്ല, V1 വെർബ്. നെക്സ്റ്റ് V2 V3 ED ചേർന്ന് പോകുന്നുണ്ട്. അപ്പൊ ഒരേപോലെ പോകുന്നുണ്ട്, ED ചേർന്ന് പോവാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അത് റെഗുലർ വെർബാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇറഗുലർ വെർബ്. ഇറഗുലർ വെർബ് എന്ന് പറയുന്നത് ഇറഗുലർ ആയിട്ട്, ഇൻഡിഫറന്റ് ആയിട്ട്, V1 V2 V3 ഫോംസ് ഇൻഡിഫറന്റ് ആയിട്ട് പോകുന്നതെയാണ് നമ്മൾ ഇറഗുലർ വെർബ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സിങ് സാങ് സങ്, ഗോ വെന്റ് ഗോൺ, ഡു ഡിഡ് ഡൺ,
കം, കെയിം, കം, റൺ, റാൻ, റൺ. കണ്ടോ, ഇറഗുലർ ആണ്, സെയിം അല്ല. അപ്പൊ നമ്മൾ വേഗം മനസ്സിലാക്കണം അത് ഇറഗുലർ വെർബ് ആണെന്ന്. ഓക്കെ മാം, താങ്ക് യു. Okay, Ruchi, and then Sapna. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വേർബിനെ കുറിച്ചിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വേർഡ് ദാറ്റ് യൂസ് ടു ഇൻഡിക്കേറ്റ് ഡൂയിങ് സംതിങ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറയുന്ന വേർഡിനെയാണ് വേർബ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് രണ്ട് ടൈപ്പ് വേർബ് ഉണ്ട്. ആക്ഷൻ വേർബ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് വേർബ് ഉണ്ട്. ആക്ഷൻ വേർബ് എന്ന് പറഞ്ഞാൽ ആ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഫിസിക്കലി ഡൺ വേർബ്സ്, നമ്മൾ ശാരീരികമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി, വേർബ് എന്ന് പറഞ്ഞ പ്രവൃത്തിയാണല്ലോ, അതിനെയാണ് ആക്ഷൻ വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയണം, ഐ ആം ഈറ്റിംഗ്. നമ്മൾ ഫിസിക്കലി അത് ചെയ്യുന്നില്ല. ഐ ആം റണ്ണിങ്, ഐ ആം സിംഗിങ്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കലി അവിടെ ഒരു ആക്ഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് പിന്നെ ആക്ഷൻ വേർബ് എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റേറ്റ് വേർബ്. സ്റ്റേറ്റ് വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്റ്റേറ്റ് വേർബ് ദാറ്റ് ഡിസ്ക്രൈബ് എ സ്റ്റേറ്റ്. നമ്മുടെ ഒരു അതൊരു വേർബാണ്, ഒരു പ്രവൃത്തി തന്നെയാണ്, പക്ഷെ അതിനകത്ത് ഒരു ആക്ഷനും നമ്മൾ എടുക്കുന്നില്ല. അതായത് ഐ ആം സ്റ്റാർവിങ്, എനിക്ക് വിശന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ഐ ആം ഇമേജിങ്, അതായത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു ആക്ഷനും നടക്കുന്നില്ല, പക്ഷെ വേർബ് തന്നെയാണ്. അങ്ങനെയുള്ളതിനാണ് സ്റ്റേറ്റ് വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ വേർബ് സിസ്റ്റത്തില് ഓർഡിനറി വേർബ്സിനെ വീണ്ടും തരംതിരിക്കുന്നുണ്ട്. അതായത് റെഗുലർ വേർബ് ആയിട്ടും ഇറഗുലർ വേർബ് ആയിട്ടും ട്രാൻസിറ്റീവ് വേർബ് ആയിട്ടും ഇൻട്രാൻസിറ്റീവ് വേർബ് ആയിട്ടും. ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ വേർബ് കംപ്ലീറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ ഒബ്ജക്റ്റ്. അതായത് ഒരു വേർബ്, ഒരു സെന്റൻസ്, വേർബ് വെച്ചിട്ട് ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒബ്ജക്റ്റ് നിർബന്ധമായിട്ടും വേണം, ട്രാൻസിറ്റീവ് വേർബ് ആണെങ്കിൽ. അതായത് ഐ ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെന്റൻസിൽ ഡോർ എന്നതാണ് ഒബ്ജക്റ്റ്. അപ്പം അതുണ്ടെങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവാൻ പറ്റുള്ളൂ. അതായത് ഐ ഓപ്പൺ ദ ഡോർ, ഓപ്പൺ ആണ് അവിടെ വേർബ് വരുന്നത്. അപ്പം ഇത് ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇൻട്രാൻസിറ്റീവ് വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പിന്നെ ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ പറയാം, മൈ ഫാദർ ലാഫ്ഡ് എ ലോട്ട്. എൻ്റെ ഫാദർ ഒരുപാട് ചിരിച്ചു, പക്ഷെ അത് കംപ്ലീറ്റും അല്ല. എന്തിനാ ചിരിച്ചെന്ന് പറയുന്നില്ല, അവിടെ ഒബ്ജക്റ്റ് ഇല്ല. അപ്പൊ അങ്ങനെയുള്ളതിനാണ് ഇൻട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറഗുലർ വേർബും അതുപോലെ തന്നെ റെഗുലർ വേർബും ഉണ്ട്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ ഒരു പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, അതുപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പിന്നെ പ്രസന്റ് പാർട്ടിസിപ്പിൾ, ഇതിനെ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റിനെ സൂചിപ്പിക്കുന്നതാണ്, V2 എന്ന് പറഞ്ഞാൽ പാസ്റ്റിനെ സൂചിപ്പിക്കുന്നു, V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, V4 എന്ന് പറഞ്ഞാൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് റെഗുലർ വേർബില് വരുവാണെങ്കിൽ ED ഫോം വെച്ചിട്ട് എൻഡ് ചെയ്യുന്ന വേർബ്സിനെയാണ് റെഗുലർ വേർബ്സ് എന്ന് പറയുന്നത്. അതായത് പ്ലേ, പ്ലേഡ്, പ്ലേഡ്, വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ്, ജമ്പ്, ജമ്പ്ഡ്, ജമ്പ്ഡ്, എല്ലാം ഒരേ ഫോർമാറ്റ്, റെഗുലർ ആയിട്ട് ഒരേപോലെ അത് റിപ്പീറ്റ് ചെയ്ത് വരും. ഈ 3 ഫോമിൽ, അതായത് പ്രസന്റും പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളിലും സെയിം ആയിട്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് വരും. ഇറഗുലർ വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ കണ്ടിന്യൂഷൻ ഓഫ് ദ വേർബ് വിൽ ബി ഇൻ ഇറഗുലർ ഫോം. അത് ഇറഗുലർ ആയിരിക്കും. നമുക്ക് ഈ ED വെച്ചെന്നത് അത് കംപ്ലീറ്റ് ചെയ്യുന്നു പറയാൻ പറ്റില്ല, അത് ഇറഗുലർ ആയിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിങ്, സാങ്, സങ്, ഗോ, വെന്റ്, ഗോൺ, ഡു, ഡിഡ്, ഡൺ, കം, കെയിം, കം. ഇത് പിന്നെ എങ്ങനെയാണ് ഇതിന്റെ കണ്ടിന്യൂഷൻ പോവാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഇറഗുലർ വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത്. താങ്ക് യു. Okay, Sapna, my father allowed എന്ന് പറഞ്ഞു. അതില് സെന്റൻസ് അത് കംപ്ലീറ്റ് ആണ് കേട്ടോ. കാരണം മറ്റേ അച്ഛൻ ചിരിച്ചു എന്ന് പറയുമ്പോൾ അവിടെ റീസൺ നമുക്ക് ആവശ്യമില്ല, അല്ലെ? ചിരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ സെന്റൻസ് കംപ്ലീറ്റ് ആണ്. പക്ഷെ ഐ ഓപ്പൺ എന്ന് പറയുമ്പോ എന്ത് ഓപ്പൺ ചെയ്തു, ആ സെന്റൻസ് അങ്ങനെ കേൾക്കുമ്പോ കംപ്ലീറ്റ് അല്ലല്ലോ, അല്ലെ? അതാണ് അതിന്റെ വ്യത്യാസം. അതായത് ഒബ്ജക്റ്റിന്റെ സഹായം ഇല്ലാതെ സെന്റൻസ് കംപ്ലീറ്റ് ആയാലും അത് ഇൻട്രാൻസിറ്റീവോ, കംപ്ലീറ്റ് ആവുന്നില്ലെങ്കിൽ അത് ട്രാൻസിറ്റീവോ ആണ്. പറഞ്ഞതിൽ എനിക്ക് ഇങ്ങനെ കേട്ടത് പോലെ തോന്നുന്നു, കാരണം കംപ്ലീറ്റ് അല്ല എന്ന് പറയുന്ന പോലെ തോന്നുന്നു. പക്ഷെ ഇൻട്രാൻസിറ്റീവ് കംപ്ലീറ്റ് ആയിരിക്കും കേട്ടോ, ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ പോലും കംപ്ലീറ്റ് ആണ്. അപ്പൊ ഐ അറൈവ്ഡ് ഹിയർ, ഞാൻ ഇവിടെ എത്തി എന്ന് പറയുമ്പോൾ സെൻസ് കംപ്ലീറ്റ് അല്ലേ?
എങ്കിലാവട്ടെ നമ്മൾ ഇവിടെ എത്തി എന്ന് പറയുമ്പോൾ സെൻസ് കംപ്ലീറ്റ് ആണ്. കുറച്ചൊക്കെ ആവശ്യമില്ല ശരിക്കും പറയുകയാണെങ്കിൽ അല്ലെ. അങ്ങനത്തെ കുറച്ച് സെനൻസിനെയും ഇതിന്റെ ഗർഭിണിയാണ് നമ്മൾ ഇൻട്രാൻസിറ്റീവ് വേർബ് എന്ന് ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ നെക്സ്റ്റ് വൺ ദിവ്യ. പറയൂ ദിവ്യ. ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ യൂണിറ്റ് 3 ആണ് എടുത്തത്. യൂണിറ്റ് 3 പറയുന്നത് വെർബുകളെ കുറിച്ചാണ്. വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ക്രിയനെയാണ് പറയുന്നത് നമ്മൾ വെർബെന്ന്. ഇതില് ഫസ്റ്റ് തന്നെ നമ്മൾ വെർബിനെ രണ്ടായിട്ട് പറയുന്നത് ആക്ഷൻ വെർബ് എന്നും സ്റ്റേറ്റ് വെർബ് എന്നും. ആക്ഷൻ വെർബ് എന്ന് പറഞ്ഞാൽ നമ്മൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു സെന്റൻസിൽ, ഒരു വെർബ് ഒരു സെന്റൻസിൽ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റിയെ കുറിച്ച് മെൻഷൻ ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ ആക്ഷൻ വെർബ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഷീ കട്ട് ദ ഫ്രൂട്ട്. അതില് നമ്മൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് പറയുന്നത്, ഒരു ഫ്രൂട്ട് കട്ട് ചെയ്തെന്ന്. പിന്നെ ഐ ആം റൈറ്റിംഗ്, അങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ആക്ഷൻ വെർബ് എന്ന് പറയും. പിന്നെ രണ്ടാമത്തെ ഉള്ളതാണ് സ്റ്റേറ്റ് വെർബ്. അതായത് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ്സ്, നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കുള്ളൂ. അതായത് ഐ ഫീൽ ഹംഗ്രി, ഐ വാണ്ട് എ ജോബ്, അങ്ങനെയുള്ള സെന്റൻസുകൾ ആണെങ്കിൽ ആ സെന്റൻസുകളെയാണ് സ്റ്റേറ്റ് വെർബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മ വെർബുകളെ കുറിച്ച് പറയണം. ഓർഡിനറി വെർബിനെ കുറിച്ച് പറഞ്ഞ്, ഓർഡിനറി വെർബിനെ തന്നെ 4 ആയിട്ട് പറയുന്നുണ്ട്. റെഗുലർ വെർബ്, ഇറഗുലർ വെർബ്, ട്രാൻസിറ്റീവ് വെർബ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ്. അതില് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിൽ അത് ഒരു ഒബ്ജക്റ്റിനോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആവണ ഒരു സെന്റൻസ് ആണെങ്കിൽ ആ സെന്റൻസിനെയാണ് നമ്മൾ പറയുന്നത് ട്രാൻസിറ്റീവ് വെർബ് എന്ന്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ഡോഗ് ചേസ്ഡ് ദി ബോൾ, പിന്നെ ഷീ റോട്ട് എ ബുക്ക്, ദേ വാച്ച്ഡ് എ മൂവി. ഇതെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റോട് കൂടിയാണ് ആ സെന്റൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ അതിൽ ആ സെന്റൻസ് കംപ്ലീറ്റ് ആവാനായിട്ട് ഒബ്ജക്റ്റ് വേണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ദ ബേബി ക്രൈഡ് ലൗഡ്ലി, ഹി റാൻ ഫാസ്റ്റ്, അങ്ങനത്തെയൊക്കെ സെന്റൻസ് കംപ്ലീറ്റ് ആയിരിക്കും, പക്ഷെ ഒബ്ജക്റ്റ് ഉണ്ടാവത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയണതാണ് റെഗുലർ വെർബും ഇറഗുലർ വെർബും. അതിന് മുമ്പായിട്ട് നമ്മൾ പ്രസന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് പ്രസന്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ച് പറഞ്ഞു. അതിനെ നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നതാണ് V1 ആണെങ്കിൽ അത് പ്രസന്റ്, V2 എന്ന് പറയുന്നത് പാസ്റ്റ്, V3 എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, V4 എന്ന് പറയുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഇതില് നമ്മൊരു അതിന്റെ V1, V2, V3 പറയുമ്പോൾ ഒരു വേർഡ് ഇപ്പൊ പ്ലേ ആണെങ്കിൽ അതിന് പ്ലേ, പ്ലേഡ്, അങ്ങനെ V2ഉം V3യും അതിന്റെ സെയിം ആണ്. അതുപോലെ തന്നെ വർക്ക്, വർക്ക്ഡ്, അതിന് V2ഉം V3യും സെയിം ആണ്. അതുപോലെ തന്നെ ജംപ്ഡ്, അതിന് V2ഉം V3യും സെയിം ആണ്. അതായത് V2ഉം V3യും സെയിം ആണെങ്കിൽ അതിന് റെഗുലർ വെർബ് എന്നാണ് പറയുന്നത്. പിന്നെ ഇറഗുലർ വെർബ് ആണെങ്കിൽ അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിങ്, സാങ്, ഗോ, വെന്റ്, ഗോൺ, ഡു, ഡിഡ്, ഡൺ. അതായത് ഇറഗുലർ ആയിട്ടായിരിക്കുള്ളൂ അതിന്റെ V2ഉം V3യിലും കാണിക്കുന്നത്. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പറയുന്നത് ഇറഗുലർ വെർബ്. താങ്ക് യു. ഓക്കെ ദിവ്യ. പ്രസന്റ് ചെയ്തവർക്ക് അത്യാവശ്യം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനിയും കുറച്ചൊരു പ്രസന്റ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിന്റെ കൂടെ തന്നെ വേർബിനെ കുറിച്ച് നോട്ട്സ് എഴുതാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് വൈകിട്ടുള്ള ടൈമായി. സൈൻ ഔട്ട് പറയൂ കേട്ടോ. Okay, ma'am, I will do, ma'am. Hello, dear ma'am and dear friends. ഇന്ന് നമ്മൾ വേർബിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മാം വേർബിനെ കുറിച്ചും അതുപോലെ അതിന്റെ ഡിവിഷൻസിനെ കുറിച്ചും നല്ല ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തന്ന മാഡത്തിന് എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ സൈൻ ഔട്ട് പറയും. Okay, so thank you all. See you on next class. Okay, Thank bye. you, ma'am. Thank you, ma'am.
Thank you, ma'am. Thank you, Thank ma'am. you. Thank you, ma'am.